അങ്ങനെ ഇവരാകെ പേടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഹിബന്റെ ഫോണിക്ക് ഒരു കോള് വരും. നോക്കുമ്പോൾ ഇവരുടെ 103 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരായിരിക്കും. അത് കാണുമ്പോൾ തന്നെ ഇവർക്ക് ഈ പോയ ശ്വാസം എല്ലാം തിരിച്ചു വരും. ഹിബ വേഗം ഫോൺ എടുക്കും. അപ്പൊ തന്നെ നമ്മൾ ഇമോഷണലി കരയുന്ന പോലെ ആവുമല്ലോ. അവള് പറയും വേഗം ഒന്ന് ഇങ്ങോട്ട് വരും, ഒരു പ്രശ്നമുണ്ട്, വേഗം വരണേന്ന് പറയും. അപ്പൊ ഇവര് ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തതും പെട്ടെന്ന് തന്നെ ഇവരുടെ ഡോറിൽ ആരോ തട്ടുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ, റെനെ എന്തോ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണ പോലെ ഇവർക്ക് തോന്നി. ഡോർ തട്ടാൻ തുടങ്ങിയത് ഇവളങ്ങ് വേഗം പോയിനാണ്ട് ഡോർ തുറക്കാൻ നിൽക്കുക. ഇവള് കീക്കാട് വലിക്കാൻ നിൽക്കുമ്പോഴത്തേന് ഹിബ വേഗം ഷൗട്ട് ചെയ്യും, നിനക്കെന്തോ ഒരു ബോധമല്ല, ഇത്രയും നടന്നത് ഈ കാണുന്നില്ലേ, നിനക്ക് ഉറപ്പുണ്ട് ഇവരാണത് എന്നുള്ളതും ചോദിക്കും. അപ്പൊ റെന വേഗം കീക്കാട് എടുക്കാണ്ട് ബാക്കിക്ക് നിൽക്കുക. ആ ടൈമിൽ ഹിബ വേഗം അവരെ വിളിച്ചിട്ട് ഡോറ് തുറക്കട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും ഞങ്ങൾ ഇറങ്ങുന്നേ ഉള്ളൂ, വന്നിട്ട് വിളിക്കാന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് വല്ലാണ്ട് ഷോക്കൊന്നും ആവില്ല, കാരണം ഇതിനും വലുത് ഇപ്പൊ കണ്ടിട്ടുള്ളല്ലോ. അങ്ങനെ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ അവര് വരും. അവര് വന്ന് വാതിൽ തുറന്നതും ഇവരങ്ങ് അവരെ കണ്ടതും കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യവും പറയും. ആൻഡ് ഹിബയും റെനയും താനെ ഈ കഥ പറഞ്ഞത് ഇവര് മൂന്നാളും വേഗം ഇവരെ വിശ്വസിക്കുക. കാരണം ഇവരെന്തായാലും വെറുതെ കഥ ഉണ്ടാക്കി പറയില്ലല്ലോ, നേരം വെളുക്കുന്നവരെ ഉറങ്ങാണ്ട് ഈ കഥ ഉണ്ടാക്കി പറയേണ്ട ആവശ്യം ഇവർക്കില്ലല്ലോ. അങ്ങനെ ഇവര് മൂന്നാളും ഇവരെ കുറെ സമാധാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞ് ഇവര് സംസാരിച്ചിരിക്കുന്ന ടൈമിൽ ഹിബന്റെ ഫോണിക്ക് ഒരു കോള് വരും. ഇടയ്ക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നുള്ള കോള്. ഇവര് കോൾ എടുത്തിട്ട് സ്പീക്കറിൽ ഇടുമ്പോൾ ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു സൗണ്ട്, ലൈക്ക് ഒരു ആണിന്റെ സൗണ്ട് ആണ്. അതും ഭയങ്കര എക്കോ ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇവർക്ക് സംസാരിക്കുന്നത് എന്താണെന്ന് ക്ലിയർ ആവുന്നില്ല. ഭയങ്കര സൗണ്ടിൽ, ലൈക്ക് ഒരു മനുഷ്യന്മാരുടെ സൗണ്ട് അല്ല, വേറൊരു ടൈപ്പ് ഓഫ് സൗണ്ടിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. ഇവർക്ക് ഈ സംസാരിക്കുന്നത് ഒരു ഫെമിനൈൻ സൗണ്ട് അല്ല എന്നുള്ളത് മാത്രം മനസ്സിലാവും. ലൈക്ക് ഒരു ആണിന്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് സൗണ്ടിലൊക്കെ സംസാരിക്കുന്നുണ്ടാവും. എന്താ പറഞ്ഞത്, ഏതാ ഭാഷ എന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലേ. അങ്ങനെ കോൾ അങ്ങ് കട്ടായി പോകും. കോൾ കട്ടായിട്ട് ഇവർ ഈ നമ്പർ ചെക്ക് ചെയ്യുമ്പോഴാണ് 103 ഇവരുടെ ഈ ഫ്രണ്ട് പറയാ ഇത് എന്റെ നമ്പർ എന്നാണ് കോള് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇത് പറഞ്ഞിട്ട് ഇവളുടെ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ ഇവളുടെ കയ്യിലുണ്ടാവും ലോക്ക് ആയിട്ട് ഇവളെ ഫോൺ കിടക്കുന്നത്. അതായത് ലോക്ക് ആയിട്ടുള്ള ഈ ഫോണിൽ നിന്നാണ് ഈ കോള് വന്നിട്ടുള്ളത്. ആൻഡ് ഇവളുടെ നമ്പർ ഹിബന്റെ ഫോണിൽ സേവ് ആണ്. എന്നിട്ടാണ് അൺനോൺ നമ്പർ എന്ന് വരുന്ന പോലെ ജസ്റ്റ് നമ്പർ കാണിച്ചിട്ട് ഈ കോള് വന്നിട്ടുള്ളത്. ഇതങ്ങ് കണ്ടത് ഇവരുടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇവർ 6 ആളും ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകും. അങ്ങനെ ഇവരെല്ലാരും 103 പോകും. ഡോറെല്ലാം ലോക്ക് ചെയ്ത് അവിടെ ഇരിക്കുമ്പോൾ ഇവരുടെ ടീച്ചേഴ്സ് എല്ലാം തിരിച്ച് വിളിക്കാൻ തുടങ്ങി. ടീച്ചേഴ്സിനോട് ഇവർ നടന്ന കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ടീച്ചേഴ്സ് പറയും അങ്ങനെയൊന്നും ഒരിക്കലും പോസിബിൾ അല്ല, നിങ്ങൾക്ക് തോന്നിയതാക്കാരം. കാരണം ഇവിടെ എല്ലാ ടൈമിലും എല്ലായിടത്തും ലൈറ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങളെ ഫ്ലോറിൽ തന്നെ നിങ്ങളെ നോക്കാൻ സ്റ്റാഫ് ഒക്കെ ഉണ്ട്. അത്രയും വലിയ സൗണ്ട് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അവരും കേൾക്കൂല, നിങ്ങൾക്ക് തോന്നിയതാക്കാരം എന്ന് പറയും. ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഹിബിയും റെനയും താനെ പിന്നെ ഒന്നും പറയാൻ പോകില്ല. കാരണം ആർക്ക് കേട്ടാലും വിശ്വാസം വരാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിന്റെ തുടക്കത്തിൽ ഇവരുടെ റൂമിൽ ഉണ്ടാവുന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, എന്തോ ഒരു മാസീവ് ആയിട്ടുള്ള സാധനം ഇങ്ങനെ ചാടുന്ന സൗണ്ട്, ആ സൗണ്ട് ഇവർ ജസ്റ്റ് വീഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഹിബേന്റെ സിസ്റ്റർ വിളിച്ചപ്പോൾ അവൾ അയക്കാൻ പറഞ്ഞിട്ട് അവൾക്ക് അയച്ചു കൊടുത്ത കുറച്ച് റെക്കോർഡ് ഉണ്ടായിരുന്നേ.